ഓക്കെ, ഒരൊറ്റ കാര്യം കൂടി. ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിന്റെ കാര്യം നമുക്കറിയാമല്ലോ. ആഗോള വിപണിയിലേക്കുള്ള എണ്ണ ഒഴുക്കിന്റെ ഏറ്റവും വലിയൊരു വാതിലാണ് ഹോർമുസ് കടലിടുക്ക്. അത് ഒരു കാരണവശാലും ഞങ്ങൾ തുറക്കില്ല, അതല്ലെങ്കിൽ അതിലൂടെ ഒരു ദിവസം 15 കപ്പലുകൾ പോയാൽ മതി എന്ന് ഇറാൻ കടുപ്പിച്ച് നിലപാടെടുക്കുകയാണ്. അമേരിക്കയാണെങ്കിൽ ഉപാധികളില്ലാതെ ഹോർമുസ് വഴിയുള്ള കപ്പലുകളുടെ സഞ്ചാരം നടക്കണം എന്നുള്ള ഒരു നിലപാടും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഹോർമുസിൽ എന്തായിരിക്കും ഇറാന്റെ നിലപാട്? ഒരുപക്ഷെ ഈ ചർച്ചയുടെ ഏറ്റവും അവസാന ഘട്ടത്തിൽ പൂർണ്ണ വിജയത്തിലെത്തിയാൽ മാത്രമായിരിക്കും ഒരുപക്ഷെ ഹോർമുസിൽ അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇറാൻ പോവുക, അത് തുറന്നു കൊടുക്കുക പൂർണ്ണമായും എന്നുള്ള രീതിയിലേക്ക് പോവുക. അതുവരെ ഹോർമുസ് വെച്ച് തന്നെയായിരിക്കും ഇറാൻ ഈ ചർച്ചയ്ക്ക് മുന്നിൽ നിന്ന് അത് മറ്റ് രാജ്യങ്ങളെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യുക. തീർച്ചയായിട്ടും മഹേഷ്, ഈ ഹോർമുസ് തന്നെയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും വലിയ തുരുപ്പിച്ചിട്ട്. കാരണം പിന്നിട്ട് ഈ 39 ദിവസത്തെ യുദ്ധത്തിലും തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു അവസ്ഥ വന്നത് ഹോർമുസ് കടലിടുക്കിൽ തങ്ങൾ ഏർപ്പെടുത്തിയ നിയന്ത്രണം, അത് അന്താരാഷ്ട്ര സമൂഹത്തിൽ സാമ്പത്തിക രംഗത്തും അതോടൊപ്പം തന്നെ മേഖലയിലെ രാജ്യങ്ങളും ഒക്കെ ചെലുത്തിയ സ്വാധീനം, ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഹോർമുസിന് വെച്ചുകൊണ്ട് തന്നെ അമേരിക്കയെ വിധേയപ്പെടുത്താനുള്ളൊരു തീരുമാനം, നീക്കങ്ങൾ, നടപടികളാണ് ഇപ്പോൾ ഇറാൻ നേതൃത്വം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അല്പം മുമ്പ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരൊറ്റ കാർഡ് മാത്രമേ ഇറാന്റെ പക്കലുള്ളൂ, അത് അവർ തിരിച്ചറിയുന്നില്ല. പക്ഷെ അതിശക്തമായിട്ടുള്ള ആക്രമണത്തിലൂടെ ആയിരിക്കും തങ്ങളുടെ പ്രതികരണം എന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്ന ഒരു സാഹചര്യം കൂടി. എന്തായാലും ഈ പിന്നിട്ട 24 മണിക്കൂറായിട്ടും വളരെ ചുരുങ്ങിയ കപ്പലുകൾ മാത്രമാണ് ഇപ്പോൾ ഹോർമസിലൂടെ, അതും ഇറാന്റെ പൂർണ്ണമായിട്ടുള്ള അനുമതിയോടുകൂടിയാണ് പോകുന്നത്. അത് മാത്രമല്ല, ഇന്നിപ്പോൾ ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് അവിടെ ഇറാൻ റിയാൽ പ്രകാരം ചുങ്കമടച്ചുകൊണ്ട് വേണം ഇനി ഭാവിയിൽ കപ്പലുകൾ പോകാനെന്നാണ്. ഇത് ഒരിക്കലും സ്വീകാര്യമല്ല. യൂറോപ്യൻ രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങളും ഒരുപോലെ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ സ്ഥിതിഗതികൾ നാളെ നടക്കുന്ന ചർച്ചയിൽ ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എങ്കിൽ കൂടുതൽ കലുഷിതമായിട്ടുള്ള അടുത്ത മണിക്കൂറുകളിൽ MC നാസറുമായി കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളിലേക്ക് തന്നെ നമുക്ക് തിരിച്ചെത്താനുണ്ട്.